അപ്പോൾ എനിക്ക് നസീമൻ്റെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു അയൽവാസിയാണ്. ഓക്കെ, നമ്മൾ ഒരു ആവില്ല. ഓക്കെ, അത്രയ്ക്ക് ക്ലോസ് ഫാമിലി ആയിട്ടാണെങ്കിൽ ഭയങ്കര ക്ലോസ്. പക്ഷേ എനിക്ക് നസീമൻ്റെ ഏറ്റവും കാണാൻ സാധിച്ചൊരു ഇൻസ്പയർ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളാണ്. അപ്പം ഒരു മറ്റേ ഇതുമ്പോൾ പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളാന്ന് പറയുന്നത് നസീമൻ്റെ അതിൽ. അപ്പം നസീമൻ്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് പോസ്റ്റ് എനിക്ക് ഇത്രയും ആ ഒരു പൈസ വേണം, നസീമൻ്റെ സ്വന്തം ആവശ്യം, നസീമൻ്റെ തന്നെ പോസ്റ്റ് ഇട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നസീമൻ്റെ ഇത് എനിക്കിങ്ങനെ ഒരു സർജറി വേണം, അപ്പോൾ ഇതിനുള്ള തുക ഇന്നതാണ്, ഇത്രയും വേണം എന്നുള്ള, അപ്പോൾ നിങ്ങൾ സഹായിക്കണം എന്നുള്ള കാര്യത്തിൽ നസീമൻ്റെ സ്വയം ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അങ്ങനെ കയറി വന്ന ആളാണ്. നസീമൻ്റെ ഒരു ഇൻഷുറൻസ് ഓഫീസ് ഇവിടെ തുടങ്ങി, അതിൻ്റെ ഫീനിക്സ് എന്നാണ്. അപ്പം ആ ഫീനിക്സ് പക്ഷിയെ പോലെ ഉദിച്ച് പറന്നൊരു പക്ഷിയാണ് നസീമൻ്റെ. നല്ല പവറോടെ എത്ര ഇതുണ്ടെങ്കിലും നസീമൻ്റെ ആ ഒരു പക്ഷിയെ പോലെ എന്ത് ഇതുണ്ടെങ്കിലും നസീമൻ്റെ അതിനെ എന്താ പറയുക, ഫിനിക്സ് പക്ഷിയെ പോലെ അതിജീവിച്ച് വന്ന ഒരു പക്ഷിയെ പോലെയാണ്. നമ്മളെ ഫിനിക്സ് പക്ഷി എന്ന് പറയുന്നത് നസീമൻ്റെ. കലക്കോട്ടത്ത് ഫിനിക്സ് ബേർഡ് എന്ന് പറയുന്ന ആ ഒരു പക്ഷി എന്ന് പറയുന്നത് നസീമാൻ്റെയാണ്. ഓക്കെ.